അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, പഠിതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ വിധിയും വിലക്കുകളും മാനിച്ച് ജീവിതം തഖ്വയിൽ നിലനിർത്തണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ വിശദീകരണമാണ് അൽഹംദുലില്ലാ ഇത്രയും ക്ലാസ്സുകളിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഒരു സമാപന ക്ലാസ്സായിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. സിറാത്തുൽ മുസ്തഖീമിന് എതിരായി നിൽക്കുന്നവരുടെ സ്വഭാവം എന്താണ് എന്നും നമ്മൾ പറഞ്ഞു. ജൂതരെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും എന്താണ് ഖുർആൻ പ്രതിപാദിച്ചത് എന്നത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇവിടെ നാം ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായവർ കേവലം ഈ ജൂതരായ ആളുകൾ മാത്രമല്ല, വേറെയും ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായിട്ടുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അഥവാ അവരുടെ സ്വഭാവം എന്താണ്, അള്ളാഹുവിൻ്റെ കോപത്തിന് അവർ ഇരയാവാനുള്ള അവരിൽ നിന്നുണ്ടായ തെറ്റെന്താണ് എന്ന് റഹ്മാനായ റബ്ബ് ഒരുപാട് പ്രവാചക വചനങ്ങളിലൂടെയും ആയത്തുകളിലൂടെയും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ അതിൽ ചില ആളുകളെക്കുറിച്ച് മാത്രം സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായ, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിനിരയായ ഒരു കൂട്ടം ആളുകളാണ് സത്യം മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവർ. ഹിദായത്ത് കിട്ടിയതിന് ശേഷം ഹിദായത്ത് ഒഴിവാക്കി പോവുക. യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ് എന്ന് വ്യക്തമായതിനു ശേഷം വീണ്ടും ആ ഹിദായത്ത് ഒഴിവാക്കി പോവുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിന്റെ 106 അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹ്, അവർക്ക് മേൽ അള്ളാഹുവിൽ നിന്നുള്ള കോപമുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കോപത്തിനിരയായ ഒരു വിഭാഗമാണ് സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം മനഃപൂർവ്വം അത് ഒഴിവാക്കുന്ന ആളുകൾ. ഹിദായത്ത് കിട്ടിയിട്ട് അതിൽ നിന്ന് ളലാലത്തിലേക്ക് പോകുന്ന ആളുകൾ, അത് മനഃപൂർവ്വം അതിലേക്ക് പോകുന്നവർ, അവർ അള്ളാഹുവിന്റെ ദേഷ്യത്തിനിരയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദേഷ്യത്തിനിരയായ, അതല്ലെങ്കിൽ വഴികേടിലായ ഒരു കൂട്ടം ആളുകളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടസ്സപ്പെടുത്തുന്നവർ. അഥവാ അള്ളാഹിന്റെ ദീനിൽ നിന്ന് ആളുകളെ തടയുക, യഥാർത്ഥ മതത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു വെക്കുക. ഇത്തരം ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള കോപമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദേഷ്യത്തിനിരയായ ആളുകളാണ് കപട വിശ്വാസികൾ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൂറത്തുൽ ഫത്ഹിന്റെ 6-ാമത്തെ ആയത്തിൽ അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. കപട വിശ്വാസികൾ, മുശ്രിക്കുകൾ, ഇവർ റബ്ബിന്റെ കോപത്തിനിരയായ ആളുകളാണ്. വഗളിബല്ലാഹു അലൈഹിം വലഅനഹും, അള്ളാഹു അവരെ കോപിച്ചിരിക്കുന്നു, അവരെ ശപിച്ചിരിക്കുന്നു. ഈ ആയത്ത് അറിയിക്കുന്നത് മുനാഫിക്കീങ്ങളെ കുറിച്ചും മുശ്രിക്കീങ്ങളെ കുറിച്ചുമാണ് എന്ന് ഇതിന്റെ തുടക്കത്തിൽ, ഈ ആയത്തിന്റെ ഒരു ശകലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിന്റെ തുടക്കം വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതിലേക്കുള്ള ഒരു സൂചനയാണ് തന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ദേഷ്യത്തിനിരയായ ആളുകൾ ഇവരുമുണ്ട്. അതേപോലെ തന്നെ വേറെയും ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ ദേഷ്യത്തിന് ഇരയായ ആളുകളുണ്ട്. ഹദീസിലൊക്കെ കാണാൻ കഴിയും, ഒരുപാട് കൂടുതലായി സംസാരിച്ച ആളുകളെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങളൊക്കെ ഹദീസിൽ അള്ളാഹുവിന്റെ ദേഷ്യത്തിന് അവർ ഇരയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനകളോട് എതിരായി നിൽക്കുന്നവർ, ഇങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. അതൊക്കെ പറയേണ്ട ഒരു സദസ്സും സന്ദർഭവുമല്ല എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഇന്ന് ഇവിടെ മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിന്റെ കോപത്തിനിരയായവർ കേവലം ജൂതന്മാർ, അതല്ലെങ്കിൽ
അറിവ് ഉണ്ടായി അതിന് എതിരായി നിന്ന ആളുകൾ മാത്രമല്ല, വേറെയും ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ചില ആളുകളെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വഴികേടിലായ ആളുകളെക്കുറിച്ചും ഇതുപോലെ വേറെയും ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടുതലായി അന്വേഷിച്ച് പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ള ഒരു പ്രാർത്ഥന വാചകമാണ് ആമീൻ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്നുള്ളതാണ്. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. അപ്പോൾ ആമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹ്മദ്, അബൂദാവൂദ്, തിർമിദി എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന റഹിമഹുമുള്ള അവരുടെ എല്ലാം ഹദീസുകളിൽ ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, നീട്ടിക്കൊണ്ട് പറഞ്ഞതായി, ഉച്ചത്തിൽ പറഞ്ഞതായി ഒക്കെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ എന്ന് പറയണം. നമ്മൾ ആമീൻ പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. നമസ്കാരത്തിൽ നമ്മൾ ഇമാം ആമീൻ പറയുന്നതോടൊപ്പം തന്നെ മഅ്മൂമും ആമീൻ പറയണം. അഥവാ ഇമാം ആമീൻ തുടങ്ങുമ്പോൾ നമ്മളും മഅ്മൂമും ആമീൻ പറയുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഅ്മൂമിൻ്റെയും ഇമാമിൻ്റെയും അതേപോലെ തന്നെ മലായിക്കത്തിൻ്റെയും ആമീൻ ചേർന്നു വന്നാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയും വലിയ പുണ്യവും കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ആമീൻ പറയൽ. സ്വഹാബാക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ പ്രവാചകൻ ആമീൻ പറയുമ്പോൾ അത് സ്വഹാബികൾക്കിടയിൽ സ്വഹാബികൾ ഉച്ചത്തിൽ പള്ളി മുഴുവൻ ഒരു വലിയ അട്ടഹാസം പോലെ ആ ശബ്ദം ഉയർന്നിരുന്നു എന്നൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഉച്ചത്തിൽ അവർ ആമീൻ പറഞ്ഞിരുന്നു എന്ന് കാണാം. പക്ഷെ ചില ആളുകളൊക്കെ ഇപ്പോൾ വളരെ മടിച്ച് അത് പറയാതെ പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആമീൻ പറയുന്നതിന് വലിയ പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആമീൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആമീൻ എന്നതിലെ മീൻ എന്നതാണ് കൂടുതലായി ദൈർഘ്യം വേണ്ടത്. ചിലർ കൂടുതലായി ദീർഘ്യം ഉണ്ടാവും, മീൻ വളരെ കുറച്ച് പറയും. മീൻ എന്നുള്ളതാണ് കൂടുതലായി ദീർഘിപ്പിക്കേണ്ടത് എന്ന് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ആമീൻ എന്ന് പറയുമ്പോൾ മീമിന് ഷദ് ചെയ്ത് പറയാൻ പാടില്ല. ആമീൻ എന്നാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ആകെ മാറും. ആമീൻ എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥന അതല്ലെങ്കിൽ ഇതിന് ഉത്തരം തരണേ എന്നാണ്. മറ്റേത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നർത്ഥമാണ്. അമ്മ എന്ന് മീമിന് ഷദ്ദിട്ട് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു എന്ന അർത്ഥമാണ്. വിശുദ്ധ ഖുർആനിൽ അത് കാണാൻ കഴിയും നമുക്ക്. വിശുദ്ധ മന്ദിരത്തെ ലക്ഷ്യം വെച്ചവർ എന്ന അർത്ഥത്തിൽ വല ആമീൻ അൽ ബൈത്തുൽ ഹറാം എന്ന് ഖുർആനിലുണ്ട്. ആമീൻ അൽ ബൈത്തുൽ ഹറാം, അവിടെ ബൈത്തുൽ ഹറമിനെ വിശുദ്ധ മന്ദിരത്തെ ലക്ഷ്യം വെച്ചവർ എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ആമീൻ എന്നല്ല, ആമീൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇതിലും ഒരുപാട് കൂടുതൽ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരല്പം മാത്രമാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളൂ. ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കടലിൽ തൊട്ട് എടുത്ത ഒരു ചെറിയ വെള്ളം അത്രമാത്രമാണ് നിങ്ങൾക്കിപ്പോൾ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ എന്നാണ്. ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഫാത്തിഹയെക്കുറിച്ച് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഫാത്തിഹയിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ ഞാൻ വിശദീകരിച്ചു തന്നത് കടലിൽ ഒരു തുള്ളി വെള്ളം കടലിൽ നിന്ന് എടുത്തതുപോലെയാണെന്നാണ്. ബാക്കി ഇഷ്ടം പോലെ ഇനിയും കടലിലുണ്ട്. ഇതുപോലെ ഫാത്തിഹയിൽ ഇനിയും ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാടുണ്ട്. കാരണം നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ ഫാത്തിഹ എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു സംക്ഷിപ്തമാണ്, ഒരു ചുരുക്കമാണ്. ഖുർആനിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ഫാത്തിഹയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് കൂടുതലായി നമ്മൾ പഠിക്കുക. ഇതിന് ഒരുപാട് സാഹചര്യങ്ങൾ, ഇനിയും നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഖുർആൻ പഠിക്കുവാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് മുമ്പിലുണ്ട്. പീസ് റേഡിയോ എന്ന സംവിധാനത്തിലൂടെ അന്നൂർ എന്ന് ഖുർആൻ പഠിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു സംരംഭമുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ ഹൃദയവസന്തം എന്ന് പറഞ്ഞ ഖുർആൻ പഠിക്കുവാൻ വേറൊരു സംരംഭമുണ്ട്. ഇതുപോലെ ഒരുപാട് ഖുർആൻ പഠിക്കുവാനുള്ള സംരംഭങ്ങൾ പീസ് റേഡിയോ എന്ന നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ആപ്പിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരം
ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തി. അതേപോലെ തന്നെ നമ്മുടെ എല്ലാം നാടുകളിൽ QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളുണ്ട്. QVP ഖുർആൻ വിജ്ഞാന പരീക്ഷ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സിലബസും അതുപോലെ തന്നെ അതിൻ്റെ പഠന ക്ലാസ്സുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഖുർആനിനെ നമ്മൾ പഠിക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്. പരലോകത്ത് നമ്മളോട് ചോദ്യം ചെയ്യുന്നതാണ്. ഖുർആൻ നമുക്ക് അനുകൂലമായിട്ട് പരലോകത്ത് വരണമെങ്കിൽ നമ്മൾ ഖുർആനെ പരിഗണിക്കണം. അതുകൊണ്ട് ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ തന്നെ വളരെ സംക്ഷിപ്തമായിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് 113 അധ്യായം ബാക്കി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആയുസ്സിൽ നമ്മളൊരു തീരുമാനമെടുക്കുക, ഖുർആൻ പഠിക്കണമെന്ന തീരുമാനം. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ കുറച്ചായി പഠിച്ചുകൊണ്ടിരിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു കൂടുതലായി പഠിക്കുവാനും കൂടുതലായി അറിയുവാനും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയേറെ വിശദീകരണത്തിൽ എവിടെയെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അതിന് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ മൻഹജിൽ ഖുർആനെയും അതേപോലെ തന്നെ ഓരോ കാര്യത്തെയും നമ്മൾ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള അപാരമായ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമുക്ക് പൂർണ്ണമായി അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള സ്വർഗം, ആ സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.